ഹായ് ഫ്രണ്ട്സ്, കിലോമീറ്റേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ തഞ്ചാവൂർ പോയി എൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആണ് ഇടണേ. തഞ്ചാവൂർ പോണ്ടിച്ചേരി അങ്ങനെ ട്രിപ്പാണ് പ്ലാൻ ചെയ്ത് പോയത്. അപ്പോൾ അത് ഇൻട്രോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇൻട്രോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇൻട്രോ എടുക്കണം. അപ്പോൾ 5 ആൾ കൂടിയാണ് ട്രിപ്പ് പോയത്. ഒരാൾക്ക് ചിലവ് 500 വന്നിട്ടുണ്ട്. കാറിലാണ് പോയത്, ട്രെയിനിലൊന്നല്ല, ബസ്സിനുമല്ല. വണ്ടി റെൻറ്റിന് എടുത്തിട്ട് പോയി. അപ്പോൾ വണ്ടിക്ക് റെൻറ്റ് 6600. അത് 5 ആൾ വെച്ച് ഡിവൈഡ് ചെയ്തു. പിന്നെ റൂം 4000 അതും ഡിവൈഡ് ചെയ്തു. പിന്നെ ഡീസൽ വണ്ടിയായിരുന്നു, സ്വിഫ്റ്റ് ഡിസയറായിരുന്നു. അപ്പോൾ ആ വണ്ടി അതും ഡിവൈഡ് ചെയ്ത് പിന്നെ ഫുഡ് ചിലവ് കാര്യങ്ങളൊക്കെ ഒരു 500 ഒതുങ്ങി. നല്ലൊരു ട്രിപ്പായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ട്രിപ്പായിരുന്നു. ഒരു ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി. വണ്ടി അന്ന് ഉറങ്ങുന്നില്ല, അന്ന് നേരെ വണ്ടി എടുത്ത് നേരെ തഞ്ചാവൂർ എത്താവുന്ന രീതിയിൽ കാലത്ത് ഞായറാഴ്ച കാലത്ത് അവിടെ തഞ്ചാവൂരെത്തി. എന്നിട്ട് അവിടെ ഒരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു റൂം എടുത്തു. 500 രൂപ റൂമിന്. ആ റൂമിന് 2 മണിക്കൂർ കാശ് കുറച്ച് കൂടുതലാണ്, എന്നാലും ഫ്രഷ് ആവാൻ വേണ്ടി ചാർജ് ചെയ്യാനും ഫോൺ ചാർജിങ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അത് റൂം എടുത്തു. ഞാൻ ആ റൂം എടുത്ത് നേരെ തഞ്ചാവൂർ പോയി. പിന്നെ തഞ്ചാവൂരത്തെ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തഞ്ചാവൂർ അമ്പലത്തിൽ കേട്ടോ. തഞ്ചാവൂർ അമ്പലത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12:30 ചുറ്റമ്പലം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയാറുണ്ടല്ലോ, അവിടെ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറങ്ങാം. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ കോവിലകത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, കാരണം അത് 12 ആകുമ്പോൾ അടയ്ക്കും. പിന്നെ ഞങ്ങൾ പോയത് ഐരാവത ക്ഷേത്രത്തിലേക്കാണ്. അതായത് ചോളരാജാക്കന്മാർ പണിതാണെന്നാണ് കേട്ടത്. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവിടെ നമുക്ക് തിക്കോ തിരക്കോ ഒന്നുമില്ല, സുഖമായിട്ട് വീഡിയോ എടുക്കാം, ഫോട്ടോസ് എടുക്കാം. ആളുകളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, കാരണം എല്ലാവരും തഞ്ചാവൂർ വന്ന് ട്രെയിനിൽ വന്ന് നേരെ തഞ്ചാവൂർ കണ്ട് അങ്ങനെ പോവാം. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടേക്കും കൂടി ഒന്ന് വരണം. ഇതില്ലാണ്ട് വേറൊരു ഗംഗയംകൊണ്ടൻ ചോളാപുരം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അതും ഇവർ ചോളരാജാക്കന്മാർ പണിതാന്നാണ് കേട്ടത്. ആ അമ്പലം ഇതുപോലെ തന്നെ നല്ല രസമാണ്. ഈ ഗോപുരം കണ്ടോ, ആ ഗോപുരം ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ അടുത്ത് ഏതൊരു ഡാം പണിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ കല്ലുകൾ ഒക്കെ എടുത്തുകൊണ്ട് പോയി. അത് തഞ്ചാവൂരത്തെ ഗോപുരം പോലെ വലിയൊരു ഗോപുരമായിരുന്നു. ഇവിടെ കണ്ട, ഇവിടെ സൈലൻ്റായി പീസ്ഫുള്ളായി നമുക്ക് വീഡിയോസോ ഫോട്ടോസോ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു ഇത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എല്ലാം തഞ്ചാവൂരാണ്. പക്ഷെ തഞ്ചാവൂരല്ല. ഇതിൻ്റെ കൂടിയും 2 അമ്പലത്തിലെ ഫോട്ടോസ് എടുക്കുന്നു. മറ്റേ അമ്പലത്തിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഇവിടുത്തെ പോലെ തന്നെ അവിടെ സമയം ക്ലോസ് ചെയ്യുക അവിടെ 12:30. തഞ്ചാവൂർ കൊണ്ടാണ് നേരെ പോണ്ടിച്ചേരിക്കാണ് പോയത്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ എല്ലാവരും എഡിറ്റിങ്ങും ഒക്കെ തെറ്റുകുറ്റുന്നുണ്ട്, ഡബ്ബിങ്ങും ഒക്കെ തെറ്റുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. തുടർന്ന് വീഡിയോകൾ ഇടുമ്പോൾ അത് ശരിയായി വരുന്നു വിചാരിക്കുന്നു. ഓക്കെ, ബായ്.